അനുഭവിക്കാനുള്ള ഭാഗ്യവും വേണം. അനുഭവിക്കാനുള്ള ഭാഗ്യവും വേണം. ഞാൻ ആദ്യം ആ വചനം പറയുന്നതിന് മുമ്പ് ഒരു അനുഭവം പറയാം. ഒരു സാധാരണ കുടുംബമാണ്. അവർക്ക് ഈ പശുവിനെയൊക്കെ വളർത്തി പാലൊക്കെ വിറ്റ് അങ്ങനെയൊക്കെ ജീവിക്കുന്ന സാധാരണ കുടുംബമാണ്. അപ്പൊ അവർ വീട്ടിലെല്ലാവരും പ്രാർത്ഥിക്കും, ദൈവം ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റണമേ, ഞങ്ങൾക്ക് നല്ല വീടുണ്ടാകണമേ, ഞങ്ങളുടെ മക്കൾ പഠിച്ച് നല്ല നിലയിലെത്തണമേ, അങ്ങനെ ആകണമേ, ഇങ്ങനെ ആകണമേ. അത്രയേ ഉള്ളൂ നമ്മുടെ പ്രാർത്ഥന. അതിനപ്പുറം ഒരു വാക്കുണ്ട്, കർത്താവ് എനിക്ക് അനുഗ്രഹം തരുമ്പോൾ അത് അനുഭവിക്കാൻ കൂടിയുള്ള ഭാഗ്യം തരണമേ. വീട്ടുകാരിങ്ങനെ പ്രാർത്ഥിച്ച് ലോണൊക്കെ എടുത്ത് അവരുടെ മൂത്ത മകൻ മിടുക്കനാണ്. ഒരു യൂറോപ്യൻ രാജ്യത്ത് സ്റ്റുഡന്റ് വിസയ്ക്ക് പോയി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ പതുക്കെ പതുക്കെ കൂടെയുള്ള സഹോദരനെയൊക്കെ ആ രാജ്യത്ത് കൊണ്ടുപോയി. അപ്പോൾ ഒരു കുഞ്ഞു സ്ഥലം മേടിച്ചു, കൊള്ളാവുന്നൊരു ചെറിയ വീട് വെച്ചു. അപ്പോൾ നാട്ടുകാരും വീട്ടുകാരും ദേശക്കാരൊക്കെ പറയാൻ തുടങ്ങി, മക്കളെ രക്ഷപ്പെട്ടു, മക്കളെ വീടായി, കാറായി, പൈസയായി, എല്ലാം ആയിപ്പോ എല്ലാ സന്തോഷവും ആ വീട്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മൂത്ത മകൻ ആ രാജ്യത്ത് സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ വീട്ടുകാരാലോചിക്കുന്നു, ഒരു കല്യാണം ആലോചിക്കുന്നു. അത് നല്ല വീട്ടിലെ ഒരു ബന്ധമാണ് വന്നത്. അപ്പോൾ എല്ലാവരും സന്തോഷമാണ്. പക്ഷെ വിവാഹമെല്ലാം പറഞ്ഞുറപ്പിച്ചു. പക്ഷെ വിവാഹത്തിന് കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു അപകടം പറ്റി, വേഗത്തിൽ മരിച്ചുപോയി. ആ കുടുംബം വേഗത്തിൽ പെട്ടെന്ന് തകർന്ന് തരിപ്പണമായി പോയി. നിങ്ങൾക്കൊക്കെ ഒരു നല്ലത് വരാൻ തുടങ്ങുമ്പോൾ ഇരട്ടിയായി ദൈവത്തിൽ ആശ്രയിച്ച് പറയണം, കർത്താവേ ഞങ്ങളുടെ മക്കൾക്ക് നന്മ വരുമ്പോൾ അത് അനുഭവിക്കാനുള്ള ഭാഗ്യം തരണമേ. ഇടയ്ക്ക് വെച്ച് നിന്നു പോകല്ലേ. ഭാഗ്യം എന്ന വാക്ക് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഭാഗ്യം എന്ന വാക്ക് ഭാഗ്യമുണ്ടോ ഇല്ലയോ? യേശുവിന്റെ ജനനത്തിന് മുമ്പ് മറിയത്തെ സ്വർഗം വിളിച്ചത്, സ്ത്രീകളിൽ നിനക്ക് ഭാഗ്യമുണ്ടെന്നാണ് പറഞ്ഞത്. ഭാഗ്യമുണ്ട്, ഭാഗ്യം എന്ന വാക്കുണ്ട്. ഭാഗ്യമുള്ള മനുഷ്യരുണ്ട്. ഭാഗ്യം വരുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. ഭാഗ്യക്കേട് കയറി വരും. ഭാഗ്യക്കേട് നമ്മുടെ ആ സന്തോഷത്തെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു ഭാഗ്യക്കേട്. അതുകൊണ്ടാണ് പലരും പറയുന്നത്, ഒരു നന്മ വരുമ്പോൾ ആത്മീയമായി നിൽക്കുന്നവർ പറയും, നീ കുറച്ചുകൂടെ പ്രാർത്ഥിച്ചു വേണം നിൽക്കണം, കാരണം നിന്റെ നല്ല സമയമാണിത്, ഭാഗ്യമുള്ള സമയമാണ്, നിന്റെ നല്ല ടൈമാണിത്. നല്ല സമയമുള്ളപ്പോഴാണ് മോശ സമയവും കയറി വരുന്നത്. ഭാഗ്യക്കേട് അത് നമ്മുടെ എല്ലാ സന്തോഷത്തെയും ഇല്ലാതാക്കും, നമ്മുടെ ഉയർച്ചയെ നശിപ്പിച്ച് കളയും. ഉച്ചസമയത്തോട് അടുത്തിരിക്കുന്ന നിങ്ങൾ ഈ ദൈവവചനം കേൾക്കുമ്പോൾ കുറച്ച് കാര്യമൊക്കെ കേൾക്കത്തുള്ളായിരിക്കാം. ഇത്രയുള്ള ഈ പുള്ളി പ്രസംഗിച്ചുള്ളൂ, കുറച്ച് മതിയേ, ഒരു വചനം മതി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ. ദൈവത്തിന്റെ ഓരോ വാക്കു മതി നിങ്ങൾ രക്ഷപ്പെടാൻ. ദൈവത്തോടുള്ള ഒരു ചെറിയ ആശ്രയം മതി ജീവിതം അനുഗ്രഹമാകുക. നന്മ വരാൻ തുടങ്ങുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കണം, ദൈവമേ ഇത് അനുഭവിക്കാനുള്ള ഭാഗ്യവും ഞങ്ങൾക്ക് ആ കൂട്ടത്തിൽ തരണമേ. ഈ കസേരയിൽ കൂടെ ഇരുന്ന് ഇതുകൂടി ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ അത് അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ, അത് അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ. എൻ്റെ ജീവിതത്തിൽ ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ അത് നശിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയരുത്, ഒരു തിന്മയ്ക്കും കഴിയരുത്. ഹല്ലേലൂയ. ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങളോടൊന്ന് പറയാനും പരിചയപ്പെടുത്താനും ആഗ്രഹിക്കുവാണ്.